ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മള് കഴിഞ്ഞ ദിവസം SSCRT ഏതാണ് SSCRT 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 40ാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ചെയ്തു നോക്കിയത്. ഇന്ന് നമ്മൾ 41ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഒരു സീരിയസ് ആയിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുക. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അത്രയും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് നമുക്ക് റീസണിങ് ടൈപ്പ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ട് കുറച്ച് ടൈം ആയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് പഠിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവും. പഠിച്ചവർക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പൊ പഠിച്ചവർക്ക് ഒരു റിവിഷൻ ടെക്നിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ 41ാമത്തെ ചോദ്യം നോക്കൂ. എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കണ്ട ശരിയായ പ്രസ്താവന എന്ന് കണ്ടാൽ അതിന്റെ അടിയിൽ വരയ്ക്കണം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ എന്താ? കാലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. അറേബ്യൻ മരുഭൂമിയിൽ കാണപ്പെടുന്നത് ത്വരഗ് വംശജരും ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. 2 അർദ്ധഗോളങ്ങളിലും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. ഇതില് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താനാണ്. ഒന്ന് മാത്രമാണ് ശരിയായ പ്രസ്താവന ഉള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. കാലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ക്ലിയർ. നെക്സ്റ്റ് 42ാമത്തേലേക്ക് പോവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. തെറ്റാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കലാഹാരി ആഫ്രിക്ക, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രിയ, അറ്റക്കാമ വടക്കേ അമേരിക്ക, മൊഹേവ് ഉത്തര അമേരിക്ക. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? മൂന്നാമത്തേതാണ്. അറ്റക്കാമ വടക്കേ അമേരിക്ക എന്നുള്ളത് തെറ്റാണ്. അതായത് ഓപ്ഷൻ സി ആണ് നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് 43ാമത്തെ ചോദ്യം. തുന്ദ്ര കാലാവസ്ഥാ മേഖല ഏതെല്ലാം വൻകരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം വരുമ്പോ ഒന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ തുന്ദ്ര കാലാവസ്ഥാ മേഖല ഏതെല്ലാം വൻകരകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. ബി യൂറോപ്പ്, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക. സി വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. ഡി ഏഷ്യ, യൂറോപ്പ്, തെക്കേ അമേരിക്ക. ഏതിലാണ് വരുന്നത്? ഓപ്ഷൻ സി വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. അതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രശസ്ത സാഹിത്യകാരി പ്രതിഭ റായിയുടെ നാട്. എവിടെയാണോ പ്രശസ്ത സാഹിത്യകാരി പ്രതിഭ റായിയുടെ നാട്? ഇതൊന്നും ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടണം. ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചാബ്, ഒഡിയ, കർണാടക, കേരളം. ഏതാണ് അതിന്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ഒഡിയ. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രതിഭ റായിയുടെ ശിലാപത്മം എന്ന നോവലിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് വിവരം നൽകുന്നു. പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് മഹാബലിപുരത്ത് നിർമ്മിച്ച കൊട്ടാരങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. ക്ഷേത്ര വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു പല്ലവ കാലഘട്ടം. രാജരാജ ചോളന്റെ കാലത്ത് നിർമ്മിച്ചതാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും പഞ്ചാബിലെ കാമാഖ്യ ക്ഷേത്രവും. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. എന്താണ്? പ്രതിഭ റായിയുടെ ശിലാപത്മം എന്ന നോവലിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് വിവരം നൽകുന്നു. രണ്ടാമത്തെ തെറ്റാണ്. കാരണം മഹാബലിപുരത്ത് നിർമ്മിച്ച കൊട്ടാരങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. പോയി നോക്കുക ബുക്കിൽ കൊട്ടാരങ്ങൾ ആണോ എന്നിട്ടാ. മൂന്നാമത്തത് ശരിയാണ്. ക്ഷേത്ര വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടം ആയിരുന്നു പല്ലവ കാലഘട്ടം. നെക്സ്റ്റ് രാജരാജകാലന്റെ ചോളത്ത് നിർമ്മിച്ചതാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും പഞ്ചാബിലെ കാമാഖ്യ ക്ഷേത്രം. എനിക്ക് തോന്നുന്നു പഞ്ചാബിലെ ആയിരിക്കില്ല കാമാഖ്യ ക്ഷേത്രം. അപ്പൊ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 3ഉം ആണ് ശരി. ഞാൻ വീണ്ടും പറയുന്നു, ടെക്സ്റ്റ് ബുക്ക് 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് പഠിച്ചവർ മാത്രം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മതി. നെക്സ്റ്റ് ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. എന്തുമായി ബന്ധപ്പെട്ട്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട്
താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ്? 1. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, ഏതാണ് ഇതില് ശരിയായിട്ട് വരുന്നത്? ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1, 2, 3, 4 എല്ലാം ശരിയാണ് കേട്ടോ. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാം ശരിയാണ്. 47ാമത്തെ ചോദ്യം നോക്കൂ. കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ സുൽത്താനത്ത് രാജാവ് ആരായിരുന്നു? ആരായിരുന്നു കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ രാജാവ്? തുടങ്ങിയത് ഒരാളാണ്, പൂർത്തിയാക്കിയത് ഒരാളാണ്. കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ സുൽത്താന, ബാൽബൻ. ആരാ ശരി? പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, ഹുമയൂണിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹുമയൂണിന്റെ ആഗ്ര, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത. എവിടെയാണ്? ഡൽഹിയിലാണ് ഹുമയൂണിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ട ഒന്നായ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെങ്കോട്ട എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദ്. എവിടെയാണ്? ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാരരാമ ക്ഷേത്രവും പണി കഴിപ്പിച്ചത് ആരാണ്? മുഗൾ രാജാക്കന്മാർ, പല്ലവ രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ, വിജയനഗര രാജാക്കന്മാർ. ചില അക്ഷര തെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷമിക്കണേ. ഓക്കെ, ആരാണ് ഇത് രണ്ടും പണി കഴിപ്പിച്ചത്? വിജയനഗര രാജാക്കന്മാരായിരുന്നു പണി കഴിപ്പിച്ചത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഗോതിക് ശൈലി കൊണ്ടുവന്ന വിദേശികൾ ആരായിരുന്നു? ആരാണ് ഗോതിക് ശൈലി കൊണ്ടുവന്ന? ഓപ്ഷൻ നോക്കൂ. പോർച്ചുഗീസുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്, അറബികൾ. ആരാ കൊണ്ടുവന്ന? പോർച്ചുഗീസുകാരാണ് ഗോതിക് ശൈലി കൊണ്ടുവന്നത്. 52ാമത്തെ നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളുമായിരുന്നു ഗോതിക് ശൈലിയുടെ പ്രധാന സവിശേഷതകൾ. അറബ് ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതായിരുന്നു ഖവ്വാലിയുടെ പ്രത്യേകത. രാമായണം, ബൈബിൾ, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയായിരുന്നു മധ്യകാലഘട്ടത്തിൽ ചിത്രകലയ്ക്ക് സ്വീകരിച്ച പ്രമേയങ്ങൾ. ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. 1ാമത്തത് ശരിയാണ്, 3ാമത്തത് ശരിയാണ്. ബാക്കിയുള്ളത് തെറ്റെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ 1ഉം 3ഉം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. എന്താണ് മാനർ? കർഷകരുടെ കൈവശമുണ്ടായിരുന്ന കൃഷിഭൂമി, ക്ഷേത്രവക ഭൂസ്വത്ത്, പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങൾ. ഇവയൊന്നുമല്ല. എന്തായിരുന്നു മാനര്? പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളായിരുന്നു. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ജനോവ തുർക്കി, ന്യൂറംബർഗ് ജർമ്മനി, കോൺസ്റ്റാന്റിനോപ്പിൾ ഇറ്റലി. ഏതാണ് ശരിയായ ജോഡി? 2ാമത്തത് ന്യൂറംബർഗ് ജർമ്മനി. അപ്പൊ തെറ്റ് എന്താണെന്നും കൂടി നിങ്ങൾ കണ്ടെത്തണം. പഠിച്ച ആളുകൾക്ക് അത് തെറ്റ് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, ഡെക്കാമെറോൺ എന്ന പുസ്തകത്തിൽ ജിയോവാനി ബൊക്കാച്ചിയോ ഏത് രോഗത്തെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്? ഡെക്കാമെറോൺ എന്ന പുസ്തകത്തിൽ ജിയോവാനി ബൊക്കാച്ചിയോ ഏത് രോഗത്തെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്? കോളറ, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, പ്ലാഗ്. ഏതിനെ കുറിച്ചാണ് പറഞ്ഞുള്ളത്? പ്ലാഗിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പറഞ്ഞോളൂ. കിതാബുൽ ഹവ എഴുതിയത് അൽ റാസി. മധ്യകാല യൂറോപ്യൻ നഗരങ്ങളിലെ പ്രഭുക്കന്മാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചിരുന്നു. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലാഗ് ആയിരുന്നു. മധ്യകാലഘട്ടത്തിൽ പള്ളികൾ നിർമ്മിച്ചിരുന്നത് റോമനസ്ക് ശൈലിയിൽ ആയിരുന്നു. ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ശരിയാണ്, കിതാബുൽ ഹവ എഴുതിയത് അൽ റാസിയാണ്. 3 ശരിയാണ്, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലാഗ് ആണ്. 4ഉം ശരിയാണ്, മധ്യകാലഘട്ടത്തിൽ പള്ളികൾ നിർമ്മിച്ചിരുന്നത് റോമനസ്ക് ശൈലിയിൽ ആയിരുന്നു. അപ്പൊ എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആരാടോ? അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് നമുക്കറിയാം അല്ലെ, ചൈനക്കാരാണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1001 രാത്രികൾ എന്ന കൃതി സംഭാവന ചെയ്തത് അറബികളായിരുന്നു. ഏതാണ്? 1001 രാത്രികൾ എന്ന് പറഞ്ഞ കൃതി സംഭാവന ചെയ്തത് അറബികളായിരുന്നു. ഷാനാമ എന്ന സാഹിത്യകൃതി രചിച്ചത് അൽബറൂണി. ഇബിൻ സിന എഴുതിയ വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ ഖനൂർ. ഏതാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 1 ശരിയാണ്, 3 ശരിയാണ്. അപ്പൊ ഷാനാമ രചിച്ചത് അൽബറൂണി അല്ല. അതാരാണെന്ന് കണ്ടെത്താം. ഓക്കെ,
അപ്പൊ 58ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്തുക. തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. മ്യാൻമാർ പട്ടാള ഭരണം, പാകിസ്ഥാൻ ജനാധിപത്യ ഭരണം, സൗദി അറേബ്യ സമ്പൂർണ്ണ രാജവാഴ്ച, കംബോഡിയ ഭരണഘടനാപരമായ രാജവാഴ്ച. ഇതിലേതാണ് തെറ്റായ ജോഡി? അപ്പൊ ഓപ്ഷൻ എ ബി സി ഡി നോക്കുമ്പോ ഡിയില് എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ് കേട്ടോ. അതായത് മ്യാൻമാറിൽ പട്ടാള ഭരണം, പാകിസ്ഥാൻ ജനാധിപത്യ ഭരണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ്. ഇതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ശരി ഏതെന്ന് കണ്ടെത്തുക. കൃത്യമായ കാലപരിധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, കോടതികൾക്ക് നിയന്ത്രണം, വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു, തലമുറകളായി കൈമാറുന്ന ഭരണക്രമം. ഓക്കെ, ഇതിലേതാണ് ശരി? കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട്, അത് ശരിയാണ്. കോടതികൾക്ക് നിയന്ത്രണം ശരിയാണോ? അല്ല. നെക്സ്റ്റോ, വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു, അത് ശരിയാണ്. തലമുറകളായി കൈമാറുന്ന ഭരണക്രമം തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നാണ് സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്? ഓപ്ഷനിലേക്ക് നോക്കുക, എന്നിട്ട് ഉത്തരം പറയാം. ഏതാ വരുന്നത്? ഓപ്ഷൻ എ 1948 ഡിസംബർ 10 സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന. ക്ലിയർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകാനായി പാർലമെന്റ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത്. 62ാമത്തെ ചോദ്യം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകാനായിട്ട് പാർലമെന്റ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാടോ? 1990, 91, 92, 93. ഏത് വർഷമാണ്? 1993 കേട്ടോ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 98, 99, 96, 97. ഇതിലാണ് 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2009 പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? നോക്ക്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. 5 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. അതായത് 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. മലാലയോടൊപ്പം കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാടോ? മലാലയോടൊപ്പം കിട്ടുന്നത് ഏത് വർഷത്തിലാണ്? അതൊന്നും നമ്മൾ ഓപ്ഷനിലേക്ക് പോകേണ്ട. 2014. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ പാസാക്കിയത് ഏത് വർഷമാണ്? ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ വല്ലാണ്ട് ഓപ്ഷനിലേക്ക് പോവണ്ട. നമുക്ക് കൺഫ്യൂഷൻ ആകും. 59, 69, 79, 89 അങ്ങനെയുള്ള 9 കണ്ടാൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ പാസാക്കിയ വർഷം 1979. ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത് സി 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ, സി 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ, സി 10-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ, സി 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട്. ഇതിലേതാണ് ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കുക കേട്ടോ. അതും 6ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണെന്ന് ആലോചിക്കുക. സിഇ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട്, 5 to 15, സിഇ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, മധ്യകാല യൂറോപ്പിൽ വികസിച്ച പ്രധാന നഗരങ്ങളായ മധ്യകാല യൂറോപ്പിൽ വികസിച്ച പ്രധാന നഗരങ്ങളായ വെനീസ്, മിലാൻ, ഫ്ലോറൻസ് എന്നിവ ഏത് രാജ്യത്തായിരുന്നു? ഇറ്റലി, ജർമ്മനി, തുർക്കി, കോൺസ്റ്റാന്റിനോപ്പിൾ. എവിടെയായിരുന്നു? ഇറ്റലിയിലായിരുന്നു. വെനീസ്, മിലാൻ, ഫ്ലോറൻസ് ഒക്കെ. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ്? പാദുവ ഇറ്റലി, കോർദോവ സ്പെയിന്, കേംബ്രിഡ്ജ് ഇംഗ്ലണ്ട്, ടൂലോസ് ഇറ്റലി. പറയൂ, ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1 ശരിയാണ്, പാദുവ ഇറ്റലി. 2 കോർദോവ സ്പെയിൻ ശരിയാണ്. കേംബ്രിഡ്ജ്
ഇംഗ്ലണ്ട് ശരിയാണ്, മറ്റേ തെറ്റാണ് കേട്ടോ. അപ്പൊ എ എന്നുള്ള ഓപ്ഷനാണ് ശരി. 1, 2, 3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, യമുനാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണോ യമുനാ നദി ഉത്ഭവിക്കുന്നത്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, നേപ്പാള്, ഉത്തരാഖണ്ഡ്. എവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡ് എന്നാണ്. അപ്പൊ നമ്മള് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 6th സ്റ്റാൻഡേർഡ് SSCRT SS സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് ചെയ്ത് നോക്കുക എല്ലാവരും. എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് അത് ചെയ്ത് നോക്കി പോവട്ടെ. കാരണം ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് നന്നായി പഠിച്ചിട്ട് നിങ്ങൾ പോവാം. എന്തായാലും ഒരു ചോദ്യമൊക്കെ നമുക്ക് കിട്ടും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള, അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ ഒരു എങ്ങനെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം. നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ തിയറീസുകളും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഞാൻ ഒരു ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, FVID മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനെ കുറിച്ച്. അതായത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് FVID മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് കാണാം. എന്നിട്ട് നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. ഒരു എഫേർട്ടും ഇല്ലാത്തൊരു പരിപാടിയാണ്. ഒന്ന് ചെയ്തു നോക്കുക. അഥവാ എന്നല്ല, എന്തായാലും അത് വർക്ക് ചെയ്യും. പക്ഷെ വർക്ക് ചെയ്യില്ല എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളും കൂടി നിങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ലൈഫ് ലോങ് നിങ്ങൾക്ക് സക്സസിനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന്. അപ്പൊ അതും കൂടി നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വ്യക്തിപരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനാണ്. അതായത് ഓരോ വ്യക്തിയും എന്തിനാണ് ട്രൈ ചെയ്യേണ്ടത്, ഇന്ന് കഴിഞ്ഞ് നാളെ ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ തോട്ട്സിൽ, മീൻസ് ഓവറോൾ ആയിട്ട് നമുക്ക് എന്താണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത് എന്നാണ് ചിന്തിക്കുന്നത്. പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ശ്രമിക്കണം. അപ്പോഴാണ് നമ്മളുടെ ഈ വ്യക്തിത്വ വികാസം എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അത് സംഭവിക്കണ്ടേ നമ്മൾ വളരും തോറും. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് എന്ന് പറയാനല്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് റീസൺ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. ഒന്നിനും നമ്മളത് വേഗം ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കും. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം, ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ ഞാൻ ആരോടും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം. പ്ലസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തരുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഉപയോഗിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി.